നമസ്കാരം. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പൊന്നോണം വീണ്ടും വന്നിരിക്കുകയാണ്. മാതൃഭൂമി നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഓണമാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളത് ഒരു കുട്ടി പട്ടാളം തന്നെയാണ്. വിവിധ സിനിമകളിൽ അവരുടെ കഴിവ് തെളിയിച്ച് അഭിനയത്തിലും പാട്ടിലൂടെയൊക്കെ ആയി ഇവിടെ നിൽക്കുന്ന യങ് സ്റ്റാർസാണ്. അപ്പോൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഓക്കെ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഇവിടെ ഭയങ്കരമായിട്ട് ടാലൻറ്റഡ് ആയ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ആർപ്പോ ഹീറോ വെച്ച് തുടങ്ങിയാലോ? എന്തു പറയുന്നു? റെഡിയല്ലേ? അപ്പോൾ ഓൺ ദ കൗണ്ട് ഓഫ് 3 3 വരെ എണ്ണീട്ട് 1 2 3 ആർപ്പോ. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറായ ദയക്കുട്ടിയാണ്. ബിജിപാൽ സാറിൻ്റെ മോളാണ്. അപ്പോൾ അതിൻ്റെതായ ടാലൻ്റ് ഒക്കെ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയ ഒരു ആദ്യത്തെ സോങ് എന്ന് പറയുന്ന ഒരു ഓണം സോങ് ആണ്. അപ്പോൾ നമുക്കൊരു ഓണം സോങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മോൾ പാടാൻ റെഡിയല്ലേ? ഓക്കെ. ഓണം വന്നല്ലോ ഞാളിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. മോള് പാട്ടൊക്കെ പാടുമ്പോൾ നന്നായിട്ട് തലയൊക്കെ അനക്കുന്നുണ്ടല്ലേ? അമ്മ ഒരു ഡാൻസറും കൂടെയാണ്. അപ്പം അമ്മൻ്റെ നിന്ന് കിട്ടിയതാണോ? അമ്മ ഡാൻസൊക്കെ പഠിപ്പിച്ച് തരാറുണ്ടോ? ആണോ? ഏതൊക്കെ ഡാൻസാണ് പഠിപ്പിക്കുന്നത്? ഭരതനാട്യം മാത്രം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റാറിലേക്ക് ഞാൻ പോവാണ്. ശ്രേയ ഘോഷാൽ ഇന്ത്യയുടെ നൈറ്റിംഗേൽ ആണെന്ന് അറിയപ്പെടുന്ന പോലെ തന്നെ ശ്രേയ ജയദീപ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൊച്ചു നൈറ്റിംഗേലാണ്. സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. അപ്പോൾ ആ സോങ് മോൾ എനിക്ക് വേണ്ടി ഒന്ന് പാടും. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു കണ്ണീട്ടേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കട്ടു ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റാറിലേക്ക് ഞാൻ പോവാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ കിട്ടി ഇങ്ങനെ ഭീകരനായിട്ട് ഇരിപ്പുണ്ട് ബെൻ എന്ന് പറയുന്ന സിനിമയ്ക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിലാണല്ലേ? മോനെ പാട്ടും പാടും അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട് പാടും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ബാക്കിയെനിക്ക് മോഹം കൊണ്ടിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോൾ അടുത്ത താരം എന്ന് പറയുന്നത് ബിജിപാൽ സാറിൻ്റെ മോൻ ദേവനാണ്. അപ്പോൾ ദേവനും മോള് ദയയും കൂടെ ഒരുപാട് നല്ല സോങ്സ് ഒക്കെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ജിലേബിയിൽ പാടിയിട്ടുണ്ട്, പിന്നെ സർ CPയിൽ പാടിയിട്ടുണ്ട്, വേറെ ഒരു വെള്ളിമൂങ്ങയിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ സോളോ ആയിട്ട് ഞാൻ ഇടുക്കി ഗോൾഡിലും മാണിക്കച്ചെറുകളിലെ അച്ഛൻ ജയിലില് ബാഗിനും സ്കോർ ആയിട്ട് അതല്ലേ സ്റ്റാർട്ടിങ് ഏറ്റവും എനർജറ്റിക്. ഓക്കെ, അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് പാടുവോ? മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്ന് പോയി കാടൊന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി കണ്ടു മലനിര ഓഹോയ് കണ്ടു താഴ്വര മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും ഓയ് തന്തിനത്താനേ താനാനേ തന്തിനത്താനിന്നാനേ നാനേ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈ പിച്ചൊക്കെ പോകുന്നുണ്ടല്ലേ. വേറെ എന്തൊക്കെയാണ് അതർ ആക്ടിവിറ്റീസ്? പിയാനോയിൽ ഞാൻ 2nd ഗ്രേഡ് പാസ്സായി. അച്ഛനെ പോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാനാണോ ഇഷ്ടം? മോന് സിനിമ ഒക്കെ അല്ലാതെ വേറെ എന്താണ് താല്പര്യം? സ്വിമ്മിങ്ങിനും ഡൈവിങ്ങിനും ഉണ്ട്. ഡൈവിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? പിന്നെ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. പാട്ടും പഠിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി, കുസൃതിയും കാണിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, പഠിക്കുന്നുണ്ട്. മോൾ എന്തൊക്കെയാണ് ഇഷ്ടം? എനിക്ക് ഡാൻസ് ചെയ്യാം. അമ്മനെ പോലെ മോഹിനിയാട്ടത്തിന്റെ പോസ് ഒന്ന് കാണിച്ചേ. ഇപ്പറയും കൂടെ. സോ സ്വീറ്റ്. മോൾക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് വലുതാകുമ്പം ഒരു സിംഗർ തന്നെ ആയാൽ മതി. സിംഗർ ആയാൽ മതി, പക്ഷെ അതിന്റെ സൈഡിൽ കൂടെ പഠിത്തം വേണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ഓണം സാധാരണ ആഘോഷിക്കാറുള്ളത്? കോഴിക്കോട്ടിൽ എങ്ങനെയാണ് ഓണം? എറണാകുളത്തേക്ക് എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? കോഴിക്കോട്ടിൽ ഓണം വെച്ചാൽ രാവിലെ നേരത്തെ നീച്ച് അമ്പലത്തിൽ പോയി, പിന്നെ എൻ്റെ അച്ഛമ്മേൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പൂവൊക്കെ ഇടാറ്. അപ്പോൾ അച്ഛമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഞങ്ങൾ എത്താതെ അവിടെ പൂവിടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് അച്ഛൻ പൂവൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പൂവെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് സദ്യ വീട്ടിൽ പോയിട്ട് നല്ല ഉറങ്ങുക. വീട്ടിൽ പോയിട്ട് സദ്യ കഴിച്ച് അങ്ങോട്ട് ഉറങ്ങുക. തൃപ്തിയായിട്ടല്ലേ? എങ്ങനെയാണ് മോനൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആദ്യം ഇല വെച്ചൊക്കെ പൂക്കളിട്ട്, പിന്നെ ഓരോ ദിവസം അനുസരിച്ചിട്ട് ഓരോ കളി കിട്ടും, പിന്നെ സദ്യ. അപ്പൊ മോനോ? ഞങ്ങള് അച്ഛൻ ലേറ്റ് ആയിട്ടാണ് വരിക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും അച്ഛമ്മയൊക്കെ അവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കുക. അപ്പം അച്ഛമ്മയും അച്ചാച്ചനൊക്കെ രാവിലെ എണീറ്റ് അമ്മയൊക്കെ എന്നെ വിളിക്കും 5 മണിക്ക്, പൂജയൊക്കെ ചെയ്യും. ഞാനാണ് പൂജ ചെയ്യാറ്. അച്ഛനൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കും. അച്ഛമ്മയും അച്ചാച്ചനും രാവിലെ എണീക്കുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കും. ഫുഡ് പഴം പുഴുങ്ങിയത്, അട. അപ്പോൾ നിങ്ങളിങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല കുട്ടി കുസൃതികൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഓർക്കാൻ പറ്റിയ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 20 എപ്പിസോഡ് വരെ ഞാൻ MJ അങ്കിളുടെ പാട്ട് തന്നെയാണ് പാടുന്നത്. MJ രജേന്ദ്രൻ സാറിൻ്റെ പാട്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ ഒരു ദിവസം MJ അങ്കിള് അമ്മനെ വിളിച്ച് ചോദിച്ചു, ശ്രേയക്കുട്ടി അവിടെ ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്മ ചോദിച്ചു, ആരാണ്? ശ്രേയക്കുട്ടിൻ്റെ ഒരു ഫാനായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ സ്കൂളിൽ പോയതാണ്, വിട്ടാന്നാ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ ചെയ്തപ്പം ശ്രേയക്കുട്ടിയുടെ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, അങ്കിളുടെ പേരെന്താണ്? എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. അവൻ ശരി എന്നൊക്കെ പറഞ്ഞ് വെച്ച്. പിന്നെ പിറ്റേ ദിവസം പിന്നെ അമ്മയ്ക്ക് വേറെ ജയങ്കളുടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ പിന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അപ്പം ഞാൻ MJ എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ തുള്ളിച്ചാടി കളിക്കാം. ആ ഇൻസിഡൻറ്റ് ഓർത്തിട്ട് ഞാൻ എപ്പോഴും എക്സൈറ്റഡ് ആവും. ദേവമോൾക്ക് മറ്റൊരു പേരുണ്ട്, ഒരു കുസൃതി പേര് വീട്ടിൽ വിരിക്കുന്നത്. അതെന്താണെന്നറിയോ? അത് കുഞ്ഞി. അപ്പൊ കുഞ്ഞി മോള് തകർത്ത് പാടിയ ഒരു പാട്ടാണ് പാവാട, അതും കുഞ്ഞി രാമായണം എന്ന് പറയുന്ന സിനിമയിൽ. ആ പാട്ട് ചേച്ചിക്ക് 2 വരി പാടി തരുമോ? പാവാട തുമ്പാലെ തട്ടിയാലും കൂട്ടൊന്നും വെട്ടല്ലേ തൊട്ടാവാടി, അങ്ങേതോ നാട്ടി നീ പൂമാരൻ, പെണ്ണാളെ കൊണ്ടുപോവാൻ പോരുന്നേരം, നിലവിളക്കിനു തിരിതെറുക്കണം, നിറ പറയത് വേണം, കുരവയിടാൻ കൂടുമുത്തോലും മുത്യമ്മേ, ഡിങ് 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 ഡിങ്. മോള് സ്കൂളിൽ കുറേ ഫാൻസ് ഉണ്ട്, ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ മോളുടെ അടുത്ത് ഓടി വന്ന് പറയും മോള് നന്നായിട്ട് പാട്ടൊക്കെ പാടിയെന്ന്. മിസ് ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പാടുന്ന കുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അപ്പൊ മോൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഓണം പാട്ടൊക്കെ പാടിയിട്ടില്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓണം പാട്ട് പാടാവോ? തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ
വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഓ, ഉഗ്രനായിരിക്കുന്നു.